ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ഡോക്ടർ ശ്രീകല. ഞാനൊരു ഹിന്ദു ഈഴവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പം എൻ്റെ പേരൻസൊക്കെ ഒരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് കൊച്ചുനാൾ മുതലേ പറഞ്ഞു തന്നിരുന്നു. എല്ലാ ദൈവവും ഒന്നാണെന്ന് അവർ പറയും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് ഞാൻ കടന്നു വന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു കർത്താവിൻ്റെ ഒരു പിക്ചറും വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫാദറിന് ക്രിസ്ത്യൻ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ആ ഒരു കർത്താവിനോടുള്ളൊരു അട്രാക്ഷൻ എനിക്ക് കൊച്ചുനാളി മുതലേ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ ആയിരുന്നു. അവിടെ പല ആക്ച്വലി ട്രാക്റ്റുകളും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ കൊണ്ടുതരാനും പലരും ശ്രമിച്ചിരുന്നു. പക്ഷേ അതെല്ലാം പേരൻസ് എടുത്ത് മാറ്റുമായിരുന്നു. കാരണം അവർക്ക് അറിയാം ഇത് വായിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ കർത്താവിനെ അറിയുമെന്ന്. അതുകൊണ്ട് അവരതെല്ലാം എടുത്ത് മാറ്റുമായിരുന്നു. പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഒരു പല കാര്യങ്ങളും ഒരു 17 വർഷം വരെ കർത്താവിൻ്റെ വചനങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നെങ്കിലും കർത്താവ് തക്ക സമയത്ത് കർത്താവിൻ്റെ വചനങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നു. എത്രയും നാൾ ശരിക്കും പറഞ്ഞാൽ 18 വർഷം വരെ കർത്താവ് എനിക്കായിട്ട് കാത്തിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു. അപ്പം പപ്പ എപ്പോഴും ദൈവത്തെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ അവർ എസ്പെഷ്യലി ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാകുമ്പോൾ അവർ എല്ലാ ദൈവവും ഒന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് തരുമായിരുന്നു. അങ്ങനെ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കാനൊക്കെ അവർ പറയുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ തന്നെ ഒരു സ്വയത്തിലെ ഒരു പ്രയത്നത്തിലായിരുന്നു പല കാര്യങ്ങളും. ഭയങ്കര ഹാർഡ് വർക്കിങ്ങും ഭയങ്കര LKG മുതലേ ഞാൻ ടോപ്പറായിട്ട് പഠിച്ച ഒരാളായിരുന്നു. അപ്പോൾ എപ്പോഴും പേരൻസിനെ ഒബേ ചെയ്യുന്ന കാര്യത്തിലായാലും ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിക്കുന്ന കാര്യത്തിലായാലും അതിലെല്ലാം എനിക്ക് അതിനകത്തൊരു ഗ്ലോറി ഉണ്ടായിരുന്നു. അപ്പം ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം എനിക്ക് ഉയർച്ച തരുന്നത്. അങ്ങനത്തെ ഒരു രീതിയിൽ എൻ്റെ സ്വയത്തിലുള്ള പ്രയത്നങ്ങളിൽ കിട്ടുന്ന പല കാര്യങ്ങളും ദൈവം എനിക്ക് തരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു. എന്നാൽ അങ്ങനെ പല കാര്യങ്ങളും നേടാനായിട്ട് പല മനുഷ്യരുടെ മുമ്പിൽ എപ്പോഴും ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണം അങ്ങനത്തെ ഒരു ചിന്താഗതിയിലുള്ള ആളായിരുന്നു ഞാൻ.